ബോങ് അവരെ സഹായിക്കണമെന്ന് വിചാരിക്കുന്നു. ബോങ് വിരുന്നുകാരുടെ ഇടയിൽ നിന്നിറങ്ങി പതിയെ വേഷം മാറി അടുക്കളയിലെത്തി. അന്നാണെങ്കിൽ ഭക്ഷണത്തിനുള്ള സാധനങ്ങളും എത്തിയിട്ടില്ല. എല്ലാം ഷോർട്ടാണ്. ബോങ് ലിമിറ്റഡ് സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും ക്രിയേറ്റീവായി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ഉരുളക്കിഴങ്ങ് വെച്ച് വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കി. വിരുന്നുകാർ ആദ്യത്തെ ഫുഡ് കണ്ട് ഡിസപ്പോയിൻറ്റഡായി. കാരണം റോയൽ വിരുന്നിൽ എല്ലാവരും കുറച്ച് ക്ലാസി ഫുഡ് പ്രതീക്ഷിച്ചു. എന്നാൽ യൂണീക്കായിട്ടുള്ള ഫുഡ് കഴിച്ചു തുടങ്ങിയതും എല്ലാവരും അതിശയിച്ചു. അതിഗംഭീര ടേസ്റ്റ്. അങ്ങനെ ഫസ്റ്റ് ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായി. സെക്കൻഡ് ഡിഷ് ഉണ്ടാക്കാൻ കുറച്ച് പാടായിരുന്നു. കാരണം അടുക്കളയിൽ മീറ്റില്ല. അതിനാൽ ബീൻസ് കൊണ്ടൊരു വെജ് ബർഗർ ഉണ്ടാക്കി. അതിനൊരു പേരുമിട്ടു, മെക്ഡൊണാൾഡോ. ബോങ് നമ്മുടെ മോഡേൺ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ് പേരുണ്ടാക്കിയത്. ആദ്യത്തെ ഡിഷ് പോലെ രണ്ടാമത്തേതും ഹിറ്റായി. എല്ലാവരുടെയും വായിൽ വെള്ളമൂറുമിതം. തേർഡ് ഡിഷ് ഒരു ജെല്ലി സ്റ്റിക്കാണ്. അതിലൊരു ട്വിസ്റ്റും ഉണ്ടാക്കി. ജെല്ലി സ്റ്റിക്കിൽ മെസ്സേജസ് ഉണ്ടായിരുന്നു. അതിനെ ഫോർച്യൂൺ ജെല്ലി എന്ന് പറഞ്ഞു. ഡിസേർട്ട് കഴിഞ്ഞാൽ ഫോർച്യൂൺ മെസ്സേജസ് ഉണ്ടാകുമെന്നും പറഞ്ഞു. ഗസ്റ്റ് എല്ലാവരും ക്ലാസി ജെല്ലി എൻജോയ് ചെയ്തു. കൂടാതെ അവരവരുടെ സ്റ്റിക്കിലുള്ള ഫോർച്യൂൺ ഉറക്കെ വായിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കാരണം വിരുന്നൊരു സൂപ്പർ സക്സസ് ആയി. ബോങ് ആയിരുന്നു ഇതിനെല്ലാം കാരണം. മഹാറാണിയും വിരുന്നിലിരുന്നതിനാൽ ബോങ്ങിൻ്റെ കൈപ്പുണ്യത്തിന് അവർ 100-ൽ 100 കൊടുത്തു. നിനക്ക് എന്ത് വിഷ് വേണമെങ്കിലും ചോദിക്കാൻ റാണി പറഞ്ഞപ്പോൾ ഒരു മടിയും ആലോചനയും കൂടാതെ ബോങ് തടാകം റീഫിൽ ചെയ്യാനായി പറഞ്ഞു. ഇത് കേട്ട് റാണി സെർവൻസിനോട് തടാകത്തിൽ വെള്ളം നിറക്കാനായി പറയുന്നു. പക്ഷേ 19th സെഞ്ച്വറി ആയതുകൊണ്ട് അഡ്വാൻസ് ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടും സെർവൻസ് വേണം വെള്ളം നിറക്കാൻ. ഇത് കണ്ട് ദേഷ്യം പിടിച്ച ബോങ് അവർക്ക് ഈസി മെത്തേഡ് പറഞ്ഞു കൊടുത്തു. എങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളം നിറയുന്നില്ല. ബോങ്ങിന് ആകെ നിരാശയായി. ഭാഗ്യത്തിന് അന്നവിടെ മഴ പെയ്യുന്നു. മഴവെള്ളം കൊണ്ട് തടാകം പതിയെ നിറയാൻ തുടങ്ങി. വെതർ മാറിയത് കണ്ട് ബോങ്ങിന് അതിയായി സന്തോഷിച്ചു. അവൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് തടാകം നിറഞ്ഞു. ബോങ് തൻ്റെ പേര് കല്ലിൽ എഴുതി വെച്ച് തടാകത്തിലേക്ക് ചാടുന്നു. എന്നിട്ട് ആഴത്തിലേക്ക് നീന്തി. അടുത്തതായി കാണിക്കുന്നത് ബോങ് കണ്ണു തുറക്കുന്നതാണ്. ബോങ് ഹോസ്പിറ്റലിലാണുള്ളത്. നോക്കുമ്പോൾ ഒരു ഓഫീസർ അവിടെ കിടന്നു മയങ്ങുന്നു. ബോങ് അയാളുടെ ഫോൺ എടുക്കാൻ നോക്കിയതും അയാൾ എണീറ്റു. ബോങ് അവരുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് ഒരു പബ്ലിക് ലൈബ്രറിയിലെത്തി. ഹിസ്റ്ററി ബുക്ക് എടുത്ത് ജോസിയോൺ ഡൈനാസ്റ്റി നോക്കുന്നു. ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ബോങ് സന്തോഷിച്ചു. അന്നേരം സെക്യൂരിറ്റീസ് എത്തി. ബോങ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതും സെക്യൂരിറ്റീസ് പറഞ്ഞു, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ശരിക്കും ബോങ് ടൈം ട്രാവൽ ചെയ്ത് ജോസിയോങ് ഇറയിൽ നിന്ന് എത്തിയപ്പോഴേക്കും പ്രസൻറ്റിലെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ബോങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണുള്ളത്. കാരണം ഒരു ഹൈ റാങ്കുള്ള ഓഫീസേഴ്സ് കറപ്ഷൻ ചെയ്തത് ബോങ് കണ്ടുപിടിച്ച് അറിയിച്ചതിനെ തുടർന്ന് ബോങ് കമ്പ്യൂട്ടറിൽ ചെന്ന് ചെക്ക് ചെയ്ത് ഓഫീസേഴ്സ് പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കുന്നു. അങ്ങനെ അവർ പറയുന്നത് സത്യമാണെന്ന് ബോങ്ങിന് മനസ്സിലായി. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇതിലുള്ള മെസ്സേജ് എന്തെന്നാൽ പാസ്റ്റിലുള്ള ഒരു ചെറിയ തിരുത്ത് ഭാവിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു.